الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ മുത്തഖികളായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാൻ ഈ ലോകത്തോട് വിട പറയുവാനും നമുക്ക് ഏവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹദീദിലെ ഒരു വചനം 57-ാം അധ്യായമാണ്, 21-ാം വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുന്നു, സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരികയും മത്സരിച്ചു മുന്നേറുകയും, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്ന, സ്വർഗത്തിലേക്കും, അർദുഹ, ആ സ്വർഗത്തിന്റെ വിസ്താരം, കഅർദി സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. ഉഇദ്ദത്ത്, അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു, ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുന്നവർക്ക്, അവർക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ദാലിക ഫളലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. വല്ലാഹു ദുൽ ഫളിൽ അദീം, അല്ലാഹു മഹത്തായ അനുഗ്രഹം ഉടയവനാകുന്നു എന്നാണ് ഈ വചനത്തിന്റെ സാരം. മണ്ണും വിണ്ണും പുനഃസമാഗമനം നടത്തുന്ന, ദിനരാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, എല്ലാ നന്മകളും പ്രകടമാകുന്ന, സർവ തിന്മകളിൽ നിന്നും കൂടുതൽ അകലം പാലിക്കുന്ന
പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്ന, സ്വർഗ കവാടങ്ങൾ മലക്കെ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പാപങ്ങൾ കഴുകിക്കളയുന്ന, ജീർണതകളെ കരിച്ചു കളയുന്ന, നിലപാടുകളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന, സൽക്കർമ്മങ്ങളിൽ മുഴുകി എല്ലാ തലത്തിലും നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല ഉൾക്കൊള്ളലും നല്ല സമീപനങ്ങളും അങ്ങനെ നല്ലത് മാത്രമായിക്കൊണ്ട് ജീവിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന ധന്യമായ നാളുകൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് എത്തും. കഴിഞ്ഞ റമദാനിൽ വ്രതമനുഷ്ഠിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന റമദാനിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും യഥാവിധി സ്വീകരിക്കാൻ, അതിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പരമാവധി ആ നാളുകളെ നന്നാക്കുവാൻ, പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി എല്ലാ നോമ്പും മറ്റ് കർമ്മങ്ങളും അനുഷ്ഠിക്കുവാനും റഹ്മാനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഏതാണ്ട് 26 മിനിറ്റ് ചന്ദ്രൻ ആകാശത്തുണ്ടാകുമെന്നാണ് ഗോളശാസ്ത്ര കണക്ക്. എന്ന് വെച്ചാൽ അത്ര അടുത്തിരിക്കുന്നു എന്ന് സാരം. ഈ നാളുകൾ വിശ്വാസികൾ കാത്തിരിക്കുകയായിരുന്നു. അള്ളാഹു ആകട്ടെ ഈ നാളുകൾ വന്നിട്ട് വിശ്വാസികൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാത്തിരിക്കുന്നു അള്ളാഹു. ആ നിലയിൽ ഒരു വലിയ ബന്ധം ഈ നാളുകളുമായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. വെന്തുരുകുന്ന ഭൂമിയിലേക്ക് വലിയ ഒരു മഴ, ഒരു പെരുമഴ പെയ്തിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് സത്യത്തിൽ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. തന്നെയുമല്ല, ഈ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഉപവാസമാണ്, നോമ്പാണ്. അള്ളാഹുവിനോടൊപ്പം വസിക്കുക, അതാണ് ഈ റമദാന്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ ആയിരിക്കണം. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള നിലയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കലാണ് നിന്റെ ബാധ്യത. അപ്പൊ ആ നിലയിൽ എപ്പോഴും അള്ളാഹുവിനെ കാണുന്നത് പോലെ അമലുകൾ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട നാം ഈ വ്രതാനുഷ്ഠാനത്തോടുകൂടി, നോമ്പോടുകൂടി കൂടുതൽ അള്ളാഹുവുമായി അടുക്കുന്ന, അവനോടൊപ്പം വസിക്കുന്ന നാളുകളാണ്. ഇതിലും വലിയ സവിശേഷതയുള്ള നാളുകൾ ലഭിക്കാൻ അർഹത ലഭിച്ച നമ്മളെക്കാൾ ഭാഗ്യവാന്മാര് മറ്റാരാണ് പ്രിയമുള്ളവരെ ലോകത്ത്? അങ്ങനെയുള്ള നാളുകളിലേക്ക് നാം കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം ഷഹ്റു റമളാൻ, റമളാൻ മാസം. വേറൊരു മാസത്തിന്റെയും പേര് എടുത്ത് അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ മാസങ്ങളിൽ നടക്കേണ്ട അമലുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ആ മാസത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ സവിശേഷത പറഞ്ഞുകൊണ്ടാണ് നോമ്പനുഷ്ഠിക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. റമളാൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് റമളാൻ മാസത്തിന്റെ സവിശേഷത? അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. എന്തിനാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവന് മാർഗദർശനമായി, വ്യക്തമായ മാർഗദർശനങ്ങളിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളായി സത്യവും അസത്യവും വിവേചിച്ചുകൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഷഹ്റു റമളാൻ. എന്നുവെച്ചാൽ ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസം. ആ മാസത്തിലേക്കാണ്
നാം കാലെടുത്ത് വെക്കാൻ പോകുന്നത് മണിക്കൂറുകൾക്ക് ശേഷം. അങ്ങനെ വന്നാൽ ഈ മാസത്തിൽ എന്ത് വേണം? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആ മാസത്തിൽ നിങ്ങളിൽ ആര് ഹാജരുണ്ടോ അവൻ നോമ്പനുഷ്ഠിക്കണം. ആര് ഹാജരുണ്ടോ അവൻ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിരിക്കണം. കുട്ടികൾക്ക് വേണ്ടെന്നല്ല, നിർബന്ധമായി തുടങ്ങുന്ന ഘട്ടം പറയുന്നത്. ബുദ്ധിസ്ഥിരത ഉണ്ടാകണം. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാനുള്ള ആരോഗ്യമുണ്ടാകണം. ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളുമായി ആ മാസത്തിൽ ആര് ജീവിച്ചിരിക്കുന്നുവോ, ആര് ഹാജരുണ്ടോ അവൻ നോമ്പനുഷ്ഠിക്കണം. എന്നിട്ട് പറയുന്നു വമൻകാന മരീളൻ ഔ അലാ സഫർ. ഇനി ആ മാസത്തിൽ യാത്രയിലായി അല്ലെങ്കിൽ രോഗിയായി, എന്നാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആ ദിനങ്ങളിൽ നോമ്പ് പിടിക്കേണ്ടതില്ല, അത് മാറ്റിവെച്ച് മറ്റും ഒരു ദിവസം നോറ്റ് വീട്ടി കണക്ക് പൂർത്തിയാക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പം ആ നിലയിൽ നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നിർബന്ധപൂർവ്വം വിട്ടു നിൽക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചത് ആർത്തവമുള്ള സ്ത്രീകളും പ്രസവ രക്താനന്തരം ഉള്ള സ്ത്രീകളും മാത്രമാണ്. ബാക്കിയുള്ളവർ നിർബന്ധമായി വിട്ടു നിൽക്കാൻ പറയുന്നില്ല. രോഗത്തെ സംബന്ധിച്ചിടത്തോളം രോഗമായിക്കൊണ്ട് ബുദ്ധിമുട്ടി നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. രോഗം രണ്ടു തരത്തിലാണല്ലോ. പെട്ടെന്നുള്ള രോഗം ഉണ്ടാകും, നിരന്തരമായി രോഗിയായിക്കൊണ്ടിരിക്കുക, ഒന്നിനും പറ്റാത്ത നിലയിൽ. അവർക്കൊക്കെ നിയമങ്ങൾ വേറെയാണ്. അപ്പൊ രോഗിയായിക്കൊണ്ട് പ്രയാസം അനുഭവിച്ച് നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. യാത്രക്കാരനായി എന്നുള്ളത് കൊണ്ട്, യാത്രക്കാരൻ എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. സാധിക്കുമെങ്കിൽ ആകാം എന്നും കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തന്നെയുമല്ല, ഏറ്റവും നല്ലത് യാത്രയിൽ നോമ്പ് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ പിന്തുണയും നിർദ്ദേശവും. യാത്രയിൽ നോമ്പ് പിടിച്ച് ബുദ്ധിമുട്ടിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് നോമ്പ് അനുഷ്ഠിക്കൽ പുണ്യമല്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതൊന്നുമില്ലാത്ത ഒരു നല്ല അവസ്ഥയിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഒരു തടസ്സങ്ങളുമില്ലാത്ത ആരുണ്ടോ അവൻ നോമ്പ് അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചേ തീരും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു അതാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്. അവിടെയും പറയുന്നുണ്ട് ഫമൻകാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അവിടെയും പറയുന്നു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിർബന്ധമാണ് നോമ്പ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 4-മത്തേതാണ് നോമ്പ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ നിലയിൽ ആ കാലത്തേക്ക് നാം അടുക്കുന്നു എന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. അപ്പൊ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. നോമ്പ് എപ്പോൾ അനുഷ്ഠിക്കാൻ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പകൽ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, രാത്രി എന്തൊക്കെ അമലുകളുമായി പോകണം, ഇതൊക്കെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത് ആ നിലയിൽ തന്നെ തുടർന്നു പോകാനുള്ള ശ്രമം പ്രാർത്ഥനാപൂർവം ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആജീവനാന്ത ശത്രു, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിശാച് ബന്ധിക്കപ്പെടുന്ന, ചങ്ങലയ്ക്ക് ഇടപെടുന്ന എന്നൊരു വിശേഷം റമദാനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. പിശാചാണ് നമ്മളിൽ ദുസ്വാധീനങ്ങൾ ചെലുത്തി നമ്മളെ കൊണ്ട് അരുതാത്ത കാര്യങ്ങൾ പറയിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ പിശാചാണ്. പിശാച് ഒരു പാരലൽ ശക്തി പോലെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി അവൻ നമ്മളോട് നൽകുന്ന കരാറുകളും നമ്മുടെ മുമ്പിൽ വെക്കുന്ന വ്യാമോഹങ്ങളും ഒന്നും ശരിയല്ല. അവനോട് പടവെട്ടി ജീവിച്ചു പോകണം, എന്നാലേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എത്രയോ സ്ഥലങ്ങളിലാണ് ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്.
തീർച്ചയായും പിശാച് ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രകടമായ ശത്രുവാണ്. അപ്പം ആ നിലയിലാണ് ശൈത്താനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷേ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടാൻ കാരണമായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് ആ ആദമിനോടും ആദമിന്റെ സന്തതികളോടും തനിക്കുള്ള സർവ പകയും വിദ്വേഷവും പൂർത്തീകരിച്ചേ അടങ്ങൂ എന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്യുകയും തദടിസ്ഥാനത്തിൽ ആദ്യം തന്നെ നമ്മുടെ പിതാവായ ആദമിനെ വ്യതിചലിപ്പിക്കുകയും ചെയ്തതാണ് പിശാച് എന്ന് നമുക്കറിയാം. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട കാരണത്താൽ അള്ളാഹുവിനോട് പറഞ്ഞ വാക്ക് ഫബിമാ അഗ്വൈതനി, എന്നെ നീ പിഴപ്പിച്ച കാരണത്താൽ ലഅഖഉദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം, നിന്റെ നേരായ പാതയിൽ ഞാൻ ചെന്നിരിക്കും. എന്നിട്ട് സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരുടെ വലതുഭാഗത്തൂടെയും അവരുടെ ഇടതുഭാഗത്തിലൂടെയും അവരുടെ മുൻഭാഗത്തിലൂടെയും ഒക്കെ ഞാൻ അവരുടെ അടുക്കലുണ്ടാകും. തിരിയാൻ ഞാൻ സമ്മതിക്കൂല, നല്ലത് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല, മുമ്പിലും പിന്നിലും ഒക്കെ തടസ്സമായിട്ട് ഞാൻ ഉണ്ടാകും. അത് കാരണത്താൽ വലാ തജിദു അക്സറഹും ശാകിരീൻ, ബഹുഭൂരിഭാഗത്തെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു വെച്ച വാക്കുകളാണ് ശൈത്താൻ, പിശാച്. അപ്പൊ അതിന് അനുസ്യൂതം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയത്. നിങ്ങളുടെ മാതാപിതാക്കളെ ഫിത്നയിലാക്കിയതുപോലെ നിങ്ങളെ പിശാച് ഫിത്നയാക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആ സംഭവമൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വ്രതം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വ്രതമെടുത്തിട്ട് അവനെ ഒന്നുമല്ലാതാക്കാൻ കഴിയണം. ആ പരിശീലനം നമ്മൾ നേടണം. അതാണ് റമദാന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. പിശാച് എപ്പോഴും നമ്മളെ കൽപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ, പിശാചിന്റെ പണി അതാ. എപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തും. എന്നിട്ട് മ്ലേച്ഛമായ നീചമായ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കും. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫള, അല്ലാഹു നിങ്ങളോട് കരാർ ചെയ്യുന്നത് അവന്റെ പാപമോചനവും അവന്റെ അനുഗ്രഹവുമാണ്. അപ്പൊ ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. പിന്നെ തന്നെയല്ല, പിശാചിന്റെ ഈ വ്യാമോഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, യഇദുഹു വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാച് അവരോട് കരാർ ചെയ്യും, അവരെ വ്യാമോഹിപ്പിക്കും. വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാച് അവരോട് നൽകുന്ന കരാർ വഞ്ചനയും ചതിയും മാത്രമായിരിക്കും. കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം, നരകത്തിലേക്ക് ആളെ കൂട്ടുക. ഇപ്പൊ നമ്മള് സാധാരണ തമാശക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, കള്ള് ഷാപ്പിൽ ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ ശൈത്താൻ ഉണ്ടാവൂല എന്നാ. എന്തേ കാരണം? എത്തിക്കേണ്ടവരെ അവിടെ എത്തിച്ചിട്ടുണ്ട്, പണി വേറെയാ. അവിടെ എത്താത്തവരെ അവിടെ എത്തിക്കുക പണിയിലായിരിക്കും അവനുണ്ടാവുക എന്നാ. അപ്പൊ നമസ്കരിക്കണമെന്നവനെ എങ്ങനെ നമസ്കരിക്കാതിരിക്കാൻ നോക്കാൻ പറ്റും, എങ്ങനെ നമസ്കരിപ്പിക്കാതിരിക്കാൻ നോക്കാൻ പറ്റും. നോമ്പ് പിടിക്കുന്നവനെ എന്തെല്ലാം ദുർന്യായങ്ങളും മനസ്സിൽ എന്തെല്ലാം ചിന്തകളും ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് അകറ്റാൻ കഴിയും. 10 രൂപ ആർക്കെങ്കിലും സഹായിക്കുന്ന ഒരുത്തന്റെ മനസ്സിലേക്ക് ദാരിദ്ര്യത്തെ കുറിച്ചും തന്റെ പിന്നിൽ വരുന്ന മക്കളുടെ പട്ടിണിയെ കുറിച്ചും തനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമുള്ള ചിന്ത മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ കൊടുക്കാൻ പോയതിൽ നിന്ന് പിന്മാറ്റും. പിശാച് അങ്ങനെ ചെയ്യും. ഈ തെറ്റി എല്ലാ അർത്ഥത്തിലും തെറ്റുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ കുറിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ തെറ്റിൽ തന്നെയാണ്, വഴിയിലെത്തിക്കഴിയും. മറ്റുള്ളവർ അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ആ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ദുർമന്ത്രങ്ങൾ ഉണ്ടാക്കി, നമ്മളെ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കി പിന്മാറിക്കളയുന്നവൻ എന്നല്ലേ പിശാചിനെ കുറിച്ച് സ്ഥിരമായി നമ്മളോട് അള്ളാഹുവിൽ ശരണം തേടാൻ പറയുന്ന സൂറത്തുൻ നാസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്
അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാക്കി എന്നിട്ട് ദുർമന്ത്രങ്ങൾ നടത്തി പിന്മാറിക്കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്നാണ്. അത് ഒരു ദിവസവും മുടങ്ങാത്ത നിലയിൽ അത് പ്രാർത്ഥിക്കണമെന്ന് പോലും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തേ കാരണം? നമുക്കറിയില്ല ഇവൻ ഏത് തലത്തിലായിരിക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോകുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. തന്നെയുമല്ല ഖുർആൻ പറഞ്ഞു, ആരെങ്കിലും പിശാചിനെ കൂട്ടാളിയായി സ്വീകരിച്ചാൽ അവൻ എത്ര മോശമായ കൂട്ടാളിയാണ്, എത്ര മോശമായ ചങ്ങാതിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പം പിശാചിനോടും പൈശാചികതയോടുമുള്ള പടവെട്ടിന്റെ നാളുകളാണ് സത്യത്തിൽ. ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്, കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതിലേക്ക് പ്രേരണയുണ്ട്, പ്രചോദനമുണ്ട്. ഇല്ല, ഞാൻ കഴിക്കില്ല. എന്തേ? ഈ റമദാന്റെ പകലുകളിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനില്ല. ഇതാണ് അതിന്റെ കാരണം. ഇതാണ് അതിന്റെ കാരണം. ആ നിലയിൽ അവനോടുള്ള പടവെട്ടല്, നമ്മളുടെ ഇച്ഛയെ നാം തടഞ്ഞു നിർത്തല്, ഇതൊക്കെയാണ് അതിന് ഏറ്റവും അത്യാവശ്യമായ. പിശാചിൽ നിന്ന്, അവന്റെ ദുർമന്ത്രത്തിൽ നിന്ന്, അവന്റെ ദ്രോഹങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തണമെങ്കിൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് തഖ്വ. അതാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞത്. തഖ്വയുള്ള ഹൃദയങ്ങളിൽ പിശാചിനിടമില്ല. അതുപോലെ തന്നെ ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകണം, അവിടെ പിശാചിനിടമില്ല. ഇത് രണ്ടുമില്ലാതെ വരുമ്പോഴാണ് നമ്മളെ പിശാച് ഓരോ വഴിക്കും നമ്മളെ നയിച്ചു കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ ഇച്ഛകളുടെയും തന്നിഷ്ടങ്ങളുടെയും അനിയന്ത്രിതമായ പ്രവാഹത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ശക്തമായ ഉപാധിയാണ് നോമ്പും ആ നോമ്പിലൂടെ ലഭിക്കുന്ന തഖ്വയും. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞത്. പിശാച് എന്തെല്ലാമാണ് നമ്മളെ കൊണ്ട് പറയിക്കുക, എന്തെല്ലാമാണ് ചെയ്യിക്കുക. നമ്മളല്ലാതായി മാറും ആ സന്ദർഭത്തിൽ. അതാണ് പിശാചിക്ക്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത സന്ദർഭങ്ങൾ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രം, വിശദീകരിക്കാനല്ല. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തൊരു 23കാരൻ 6 മണിക്കൂറിനുള്ളിൽ 6 ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചു. ഒരാള് രക്ഷപ്പെട്ടു, ബാക്കി 5 ആളെയും കൊന്നു. 6 മണിക്കൂറിനുള്ളിൽ 5 ആളെ കൊന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ മദ്യപിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നിട്ട് 6 ആളെ തട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാൻ മാത്രം ആ മാനസികാവസ്ഥ എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് അവരെ കൊന്നത്? മറുപടിയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, തെളിയിക്കട്ടെ, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വചനമുണ്ട്. ഈ പൈശാചികതയുമായി കൂട്ടുകൂടി പിശാച് നമ്മളിൽ കൂട്ടുകൂട്ടി ഉമ്മയുടെ അല്ല വാപ്പയുടെ ഉമ്മ, വാപ്പയുടെ സഹോദരൻ, സ്വന്തം സഹോദരൻ, സ്വന്തം പ്രണയിച്ചു കൊണ്ട് നടന്ന പെണ്ണ്, ഇതൊന്നും ഒരു നിമിഷം അവന്റെ മുമ്പിൽ ഒന്നും ആയില്ലല്ലോ. അവനെ നയിച്ചത് മുഴുവൻ പിശാചാണ്, പൈശാചികതയാണ്. എന്താണ് കാരണം? 3 പേരെ ഞാൻ കൊല്ലാൻ കാരണം അവരോടുള്ള സ്നേഹം. മറ്റു 3 പേരെ തട്ടാൻ കാരണം എന്തേ? അവരോടുള്ള പകയും വിദ്വേഷവും. ഇതൊക്കെയാണ് അത്രേ പറയുന്നത്. അല്ലാഹുവല്ല എന്തോ പറയട്ടെ. പക്ഷെ ഇവിടെ എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാതാകുന്നുവെങ്കിൽ, ഒരാൾ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതാകുന്നുവെങ്കിൽ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പ്. പ്രവാചകൻ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലോകത്തിന് അവസാനമുണ്ടാവില്ല. ഏതുവരെ? ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില. കൊന്നവനോട് നീ എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചാൽ അവന് മറുപടി ഉണ്ടാവില്ല. കൊല്ലപ്പെട്ടവനോട് അവൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ബാക്കിയുള്ളവർ ചർച്ച ചെയ്താലും മറുപടി കിട്ടൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. സ്വന്തം അനുജൻ, ഏത് കുട്ടിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്
ഏത് കുട്ടികളോടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഉമ്മയുടെയോ ഉപ്പയുടെയോ ഉപ്പാക്കും ഉമ്മയ്ക്കുമായിരിക്കും. പേരക്കിടാങ്ങളോട് അത്രയേറെ സ്നേഹമാണ് എല്ലാവർക്കും. ഒരു വേള സ്വന്തം മക്കളെക്കാൾ സ്നേഹമുണ്ടാകും പേരക്കിടാങ്ങളോട്. അത് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹസനോടും ഹുസൈനോടും റളിയല്ലാഹു അൻഹുമ കാണിച്ച സ്നേഹം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ തന്റെ മുറിയിൽ നിന്ന് ഇരട്ടകളായ ഹസനും ഹുസൈനും ചുവന്ന കുപ്പായവും ധരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വീണും ഇരുന്നും നടന്നും എണീറ്റും ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി പ്രവാചകൻ. എന്നിട്ട് ആ രണ്ടെണ്ണത്തിനെയും രണ്ട് കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് മിമ്പറിൽ കയറി. പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അന്ന് ഇങ്ങനെ ഇപ്പം നമ്മളാരെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. നമ്മളുടെ 10 വരും ജുമുഅഹല്ലത്തായി, റസൂലിന്റെ ജുമുഅഹല്ലത്തായി എന്ന് വെച്ചാൽ ആ സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുകയാണ് പേരക്കിടാങ്ങളെ. അത്ര സ്നേഹിച്ച് ചോദിച്ചതെല്ലാം കൊടുത്ത് അവസാനം എന്തോ എന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നതാണ്, തരില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ 19 വയസ്സ് കഴിഞ്ഞ ആ ഉമ്മുമ്മയെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്നുകളഞ്ഞത്. പടച്ചവനെ, പറയാൻ പറ്റില്ല ആ വാക്ക്. ആദ്യം ഉമ്മയെ ഉപദ്രവിച്ചു. ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ചു, മരിച്ചില്ല. ഉമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട്. അതിനുശേഷം എല്ലാത്തിനെയും കൊന്നിട്ട് സ്വന്തം ചാകാൻ വിചാരിച്ചു, ചത്തില്ല. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. അവനല്ലല്ലോ തീരുമാനിക്കുന്നത് കാര്യങ്ങളൊന്നും. ഇപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് റസൂല് പറഞ്ഞ അതാണ്. എന്തിനാ കൊന്നത്? അയാളെ കൊന്ന എന്തിനാണ് എന്ന് ബാക്കി ചോദിക്കുന്ന അവസ്ഥ. ഉമ്മുമ്മ എന്തിനാ കൊന്ന നമ്മൾ ചോദിക്കൂലേ? ആ കുഞ്ഞനുജനെ കൈപിടിച്ചു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തും സ്നേഹിച്ചും കൊണ്ടു നടന്ന ആ കുഞ്ഞനുജനെ എന്തിനു കൊന്നു? നല്ല കാര്യം ഉപദേശിച്ച പിതാവിന്റെ സഹോദരനെ എന്തിനു കൊന്നു? ആ പിതാവിന്റെ സഹോദരന്റെ ഭാര്യ എന്ത് തെറ്റ് ചെയ്തു? ഇതൊക്കെ നമ്മൾ ചോദിക്കും. റസൂലിന്റെ പ്രയോഗം അതാണ്. എന്തിനാണ് കൊന്നത് എന്ന് കൊന്നവന് പറയാൻ കഴിയില്ല. ഇതാണ് പിശാചുണ്ടാക്കി തീർക്കുന്ന പൈശാചികത എന്ന് നാം തിരിച്ചറിയുക. അതിന്റെ കൂടെ കുറച്ചൊക്കെ ലഹരിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടി വരില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ മുമ്പിൽ ഹർജ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹർജ്. സഹാബത്ത് ചോദിച്ചു, എന്താണ് ഈ ഹർജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കദിബു വൽ ഖത്ലു, നുണ, കളവ് പറയുക, കൊലപാതകം നടത്തുക, അതാണ് ഹർജ് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇപ്പോൾ ഞങ്ങളുടെ ഇക്കാലത്ത് വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ട് പലരെയും കൊന്നുകൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ കൂടുതലായിരിക്കുമോ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇന്ന് നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുന്നവരോട് നിങ്ങൾ പൊരുതി അവരെ കൊല്ലുന്നത് പോലെയല്ല സംഗതി. ആ വരാനിരിക്കുന്ന കൊലപാതകം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള കൊലപാതകമാണ്. അത്തല ബഅ്ദുക്കും ബഅ്ദ. ആരാരൊക്കെ കൊല്ലും? പ്രവാചകൻ പറഞ്ഞു, ഹത്താ യഖ്തുല റജുലു ജാറഹു, ഒരു മനുഷ്യൻ അവന്റെ അയൽവാസിയെ കൊല്ലും. വയഖ്തുലു അഖാഹു, അവന്റെ സഹോദരനെ കൊല്ലും. വയഖ്തുലു അമ്മഹു, അവന്റെ വാപ്പയുടെ സഹോദരനെ കൊല്ലും. വബ്നു അമ്മിഹി, അവന്റെ സഹോദരന്റെ വാപ്പയുടെ മകനെ കൊല്ലും. എന്ന് വെച്ചാൽ കുടുംബത്തിലുള്ളവരെ കൊല്ലുന്ന ഒരു സ്ഥിതിയെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. ആലോചിച്ചു നോക്ക്. ഞാൻ ഈ സംഭവം വായിച്ച് ഈ ഹദീസും കൂടി വെച്ച് നോക്കിയപ്പോൾ എത്ര ഫിറ്റാണ് എന്ന് തോന്നിപ്പോകും. ഇങ്ങനൊന്നും നടക്കാതെ ഖിയാമത്ത് ഉണ്ടാവില്ല എന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടയാളമായി പറഞ്ഞിട്ടുള്ള കാര്യം. അതുമല്ല, സഹാബത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതിന് ശേഷം. അല്ല, തലയിൽ ബുദ്ധിയുള്ളവരാണ്, തലയിൽ മൂളമുള്ളവരാരും ഉണ്ടാവില്ലേ? നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന മാതിരി സഹാബത്ത് ചോദിച്ചു അത്രേ. അവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വ മഅനാ ഉഖൂലുനാ, സുബ്ഹാനല്ലാഹ്, ബുദ്ധിയുള്ളവരുണ്ടാവില്ല റസൂലേ അന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇല്ല, ആ സമയത്ത് അവന് ബുദ്ധി ഒന്നും ഉണ്ടാവില്ല ഈ ചെയ്യുന്നവന്. ഇന്നഹു യൻദഉ ഉഖൂല അഹ്ല ദാലിക സമാൻ, ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവന് അക്കാലത്ത് ബുദ്ധി അവനിൽ നിന്ന് ഊരപ്പെടും. ചിന്ത ഉണ്ടാവില്ല. ഇതെന്റെ ഉമ്മ, നോ, ഇല്ല.
ഇതെന്റെ വാപ്പയുടെ ഉമ്മ, ചിന്തയില്ല. ഇതെന്റെ സഹോദരൻ, ഞാൻ കൈപിടിച്ച് വളർത്തിയവൻ, ചിന്തയില്ല. എനിക്കൊരുപാട് സഹായം ചെയ്ത എന്റെ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ, ചിന്തയില്ല. ഞാൻ സ്നേഹിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പല പ്രാവശ്യം എന്റെ ഒപ്പം കൊണ്ടു നടന്ന പെണ്ണ്, എന്നെ സഹായിച്ച പെണ്ണ്, ചിന്തയില്ല. ബുദ്ധി ഉണ്ടാവൂല, മരവിപ്പിച്ചുകളെ. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, പുലരുകയാണ് ഓരോന്നായിട്ട്. ഈ ദീനിനെതിരെയാണ് ഓരോരുത്തർ കുരച്ചു ചാടുന്നത്, ഈ പ്രവാചകനെതിരെ. ഈ നന്മയും നീതിയും ഇതുപോലുള്ള കാര്യങ്ങളും ഈ നാട്ടിൽ നിലനിൽക്കണം, മനുഷ്യത്വം പുലരണം എന്ന് പറയുന്നവരെയാണ് ആർക്കും ആവശ്യമില്ലാത്തത്. മറിച്ച് എന്ത് തോന്നിയാസം ചെയ്ത് എങ്ങനെ ജീവിച്ചാലും പിന്തുണ കൊടുക്കുന്നവർക്കാണ് മറ്റുള്ളവരുടെ പിന്തുണ. ഞാനിത് സൂചിപ്പിച്ചത് സാന്ദർഭികമായി മാത്രം. പിശാചിന്റെ ഇത്തരം ദുർബോധനങ്ങളാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് കൊണ്ടുപോയി കൂട്ടുക. ചിന്തയെ മരവിപ്പിച്ചു കളഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന് ഓർമ്മ പോലും ഇല്ലാതെ, എന്തിന് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ അങ്ങനെ ചെയ്യും തെറ്റുകൾ. അങ്ങനെ തെറ്റുകളിൽ പൊങ്ങിക്കുളിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ പിശാചിനോടുള്ള ശക്തമായ പോരാട്ടം ജീവിതത്തിലൂടെ നീളം വേണം. പൈശാചികതയ്ക്കെതിരെയുള്ള പോരാട്ടം. പക്ഷേ ആ ശക്തമാക്കുന്ന, ഒന്നുകൂടി നമ്മളെ ഒന്ന് പരിശീലിപ്പിച്ച് ശക്തിപ്പെടുത്തുന്ന ഏറ്റവും ധന്യമായ നാളുകൾ ഇൻഷാ അല്ലാഹ് അടുത്തു വരികയാണ്. നമ്മൾ പരിശ്രമിക്കുക. ആ നാളുകളിൽ എന്താണോ ആർജിച്ചെടുക്കേണ്ടത് അതിന് നാം തയ്യാറാവുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അതിനുള്ള മുഴുവൻ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ധന്യ റമദാനിന്റെ ശ്രേഷ്ഠതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് നമുക്കറിയാം. ഇനി തുടർച്ചയായി നമ്മളങ്ങോട്ട് കേൾക്കുകയാണ് റമദാനിന്റെ ശ്രേഷ്ഠതകൾ. ഒന്ന് രണ്ട് പ്രവാചക വചനങ്ങളുടെ സാരം മാത്രം സൂചിപ്പിക്കട്ടെ, ഉണർത്തട്ടെ. കാരണം അടുത്ത റമദാൻ, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും അള്ളാഹു തൗഫീഖ് നൽകുമെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ച് ചിലപ്പോ 5 or 6 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അത്ര അടുത്തുപോയി എന്നർത്ഥം. പ്രവാചകന്റെ എത്രയോ വചനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു ആരാധനാകർമ്മം റമദാനിലെ നോമ്പിനെ പോലെ. ഓരോന്നിനും അതിൻ്റെതായ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്, സക്കാത്തിന് അതിന്റെ ശ്രേഷ്ഠതയുണ്ട്, ഹജ്ജിന് അതിന്റെ ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ റമദാൻ എല്ലാവർക്കും, കൊട്ടാരത്തിലും കുടിലിലും, പണക്കാരിലും പാവപ്പെട്ടവരിലും, പണ്ഡിതനിലും പാമരിലും എല്ലാവരിലും ഒരുപോലെ കയറി ചെല്ലുന്ന വിരുന്നുകാരനാണ് നോമ്പ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എണ്ണിയാലൊടുങ്ങാത്ത ശ്രേഷ്ഠത പറഞ്ഞത്. അതിലൊന്ന്, 2 കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും, നമ്മുടെ ആരാധനകളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, കറകളഞ്ഞ വിശ്വാസം, ഈമാൻ. 2, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുക എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം. അതിനാണ് ഇഹ്തിസാബ് എന്ന് പറയുക. അപ്പൊ ഈമാനോടും ഇഹ്തിസാബോടും കൂടി ഇത് 2ഉം വേണം. മുസ്ലിം ലോകം നോമ്പനുഷ്ഠിക്കുന്നു, ഞാൻ നോമ്പനുഷ്ഠിക്കാതിരുന്നാൽ അത് മോശമല്ലേ, അതുകൊണ്ടൊന്ന് കൂടിക്കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ നോമ്പിന് കൂലിയില്ല, പട്ടിണി. അള്ളാഹു നിർദ്ദേശിച്ചു, അതനുസരിച്ച് ഞാൻ ചെയ്യുന്നു, അവനിൽ വിശ്വാസം പുലർത്തിക്കൊണ്ട് അവനാണ് ഇതിന് പ്രതിഫലം നൽകുന്നത്, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഇത്രയും ഓഫറാണ് നോമ്പിന് നൽകിയിട്ടുള്ളത് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട്, അത് മറ്റാർക്കും നൽകപ്പെടാത്ത 5 കാര്യങ്ങളാണ് എന്റെ ഉമ്മത്തിന് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് 5 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, ആശയം പറയാം, ഹദീസ് വായിച്ച് പറയുന്നില്ല. ഈ റമദാനിന്റെ ആദ്യത്തെ രാത്രിയായാൽ, ഷഹ്റു റമദാനിലെ 1ാമത്തെ രാത്രിയായാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ കാത്തിരിക്കുന്ന ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് സന്തോഷത്തിന്റെ ഒരു കടാക്ഷം, ഒരു നോട്ടം നോക്കും.
ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ശിക്ഷക്കർഹനാവൂല. ഒന്ന്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പനുഷ്ഠിക്കുന്നവന്റെ വൈകുന്നേരമാകുമ്പോൾ അവന്റെ വായിലുണ്ടാകുന്ന പകർച്ച, വായ്ക്കൊരു ഭാവപകർച്ച ഉണ്ടാകും. കാരണം വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അനാവശ്യങ്ങൾ സംസാരിക്കുന്നില്ല, അധികവും നിശബ്ദതയാണ്. ആ നിലയിൽ പോകുമ്പോൾ വായ്ക്കൊരു പകർച്ച ഉണ്ടാകും, ഒരു ഗന്ധം പോലെ. അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഉത്തമമായിരിക്കും. 3, മലക്കുകൾ രാത്രിയും പകലും ഈ നോമ്പനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. പ്രാർത്ഥിക്കുന്നല്ല പറഞ്ഞ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പറഞ്ഞു. ഒരു മലക്കെങ്ങാനും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിച്ചാലൊന്നും ആലോചിച്ച് നോക്കിയ നമ്മളുടെ ഒന്നും ഇസ്തിഗ്ഫാർ പോലെ ആവില്ലത്. ഇത് മലക്കുകൾ ഒന്നടങ്കം നോമ്പനുഷ്ഠിക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന്. 4, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറയും, നീ അണിഞ്ഞൊരുങ്ങുക. ആർക്ക് വേണ്ടി? എന്റെ ദാസന്മാർക്ക് വേണ്ടി. എന്തിനാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്? അവര് ഈ ദുന്യാവിലെ ക്ഷീണത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വിശ്രമം നയിക്കാൻ വേണ്ടി നിന്റെ അടുക്കലേക്കായിരിക്കും വരിക. അതിനു വേണ്ടി എല്ലാവിധത്തിലും നീ അണിഞ്ഞൊരുങ്ങുക എന്ന് സ്വർഗത്തോട് അല്ലാഹു നിർദ്ദേശിക്കുമെന്നാണ്. 5ാമത്തെ കാര്യം, ഈ റമദാനിലെ അവസാനത്തെ രാത്രി, ആഖിറു ലൈലത്തിൻ എന്നാണ് പ്രയോഗം. അതുകൊണ്ട് 2 രൂപത്തിൽ അതിന് വ്യാഖ്യാനമുണ്ട്. ഓരോ രാത്രിയിലും അവസാനമെന്നും, അതല്ല, റമദാൻ മാസത്തിലെ ഏറ്റവും അവസാനത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫറല്ലാഹു ലഹും ജമീആ, എല്ലാവർക്കും അല്ലാഹു പുറത്തു. ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് റമദാൻ. ഇതെങ്ങനെ അകാരണമായി, ഒരു കാരണവുമില്ലാതെ എങ്ങനെ ഇത് കളയാൻ കഴിയും? ഇതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? എന്ത് ന്യായം പറഞ്ഞാണ്? കഴിയൂല. അത്രയേറെ ശ്രേഷ്ഠതയുണ്ട്. മനസ്സിലങ്ങോട്ട് ഇഴുകി ചേരണം അത്. എന്നിട്ട് നോമ്പുമായി നമ്മൾ എഴുകണം, നോമ്പ് നമ്മളുമായി എഴുകണം. അപ്പൊ അള്ളാഹു നമ്മളുമായി കൂടുതൽ എടുക്കും. അതുപോലെ തന്നെ രാത്രിയിലെ നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഖിയാം റമദാൻ എന്നോ തറാവീഹ് എന്നൊക്കെ പേരിട്ട് നമ്മൾ പറയുന്ന ആ നമസ്കാരം. അതുപോലെ നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ലത് കേൾക്കല്, നല്ലത് ഉൾക്കൊള്ളല്, ഇങ്ങനെ എല്ലാ നന്മയുമായി മാത്രം ഇടകലരാൻ ശ്രമിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നാളുകൾ അതാണ് ഇൻഷാ അല്ലാഹ് മണിക്കൂറുകൾക്ക് ശേഷം നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതിനെ എല്ലാ അർത്ഥത്തിലും മാറ്റിയും മൈനവിയുമായി അതിനെ സ്വീകരിക്കാനും ജീവിതത്തിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കി തീർക്കുവാനും ഈ നേട്ടങ്ങൾ കൈവരിക്കുവാനും നാം ഒരുങ്ങുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സർവശക്തൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യമായ റമദാനിലെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി റമദാനിലെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശയ്യാവലംബികളായി പ്രയാസങ്ങൾ അനുഭവിച്ച് വേദനകൾ കടിച്ചു തിന്നുന്ന സഹോദരി സഹോദരന്മാരുടെ വേദനകൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم